18 അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് നമ്മളില്ല. വേണ്ട വേണ്ട എന്ന് ദീപക് 1000 പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയം അത് ഭീരുക്കൾക്കുള്ളതാണ്. നോർവീജിയൻ ചാത്തന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ എന്റെ സ്കീയിങ്ങിന്റെ ബാലപാഠം തുടങ്ങി. ഒരു കാല് വെച്ചു, അടുത്ത കാല് വെച്ചു, പിന്നെ ഒരു പോക്കായിരുന്നു. വെച്ചടി വീഴ്ചയായിരുന്നു. കൈയിടിച്ചു, കാലിടിച്ചു, അവസാനത്തെ നടു ഇടിച്ചുള്ള വീഴ്ചയിൽ ഞാൻ എല്ലാ പൊന്നീച്ചകളെയും കണ്ടു. പോവാറായോന്ന് ചോദിച്ചപ്പോ ഞാൻ ചാടി കയറി പറഞ്ഞു, ഇവിടെ തൊട്ടടുത്തൊരു സൈറ്റ് സീയിങ് ഉണ്ട്, അതിനും കൂടെ പോയാലോ? ശാന്ത ടീച്ചറുടെ മോളെല്ലാം പഠിച്ചു, നോ പറയാനൊഴിച്ച്. നോർവീജിയൻസ് നമ്മളോട് വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണമായിരുന്നു. നടുവിൽ ഒരു 20 കിലോ വെയിറ്റ് കെട്ടി തൂക്കിയ ഫീല് ഇപ്പത്രേ ഉള്ളൂ. ഈ കാട്ടില് മുട്ടറ്റ സ്നോയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നെങ്കിലും എന്റെ മൈൻഡിൽ മൊത്തം ഞാൻ വീണ് നടുവിന്റെ പരിപ്പിളകിയ കാര്യം ദീപക് അറിയുമ്പോൾ അവസ്ഥ എന്താവുന്നായിരുന്നു. കാരണം അത്രയും വാണിംഗ് എനിക്ക് തന്നതായിരുന്നേ. എങ്ങനെയും പുള്ളി അറിയാതെ ഇത് ഡീൽ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് മലയുടെ മോളിൽ പോയി താഴോട്ടുള്ള അടിപൊളി വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വന്നു. പക്ഷേ നടുവിന്റെ പ്ലാൻ വേറെയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദന, നടു മാത്രമല്ല മേല് മൊത്തം വേദന. ഞാനൊന്നും സംഭവിക്കാതെ പോലെയൊക്കെ നടന്നെങ്കിലും എന്റെ നടത്തത്തിലെ അപാകത കണ്ട് ആശാ സംഭവം മനസ്സിലാക്കി. പിന്നെ കളിയാക്കലായി, ഓയിൻമെന്റ് ആയി, ഹോട്ട് വാട്ടർ ബാഗ് ആയി. പക്ഷേ ഐ ഡോണ്ട് റിഗ്രറ്റ് ഗൈസ്, ഐ ഡോണ്ട് റിഗ്രറ്റ്.